കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ വന്നിരിക്കുന്ന ചോദ്യമാണ്: വിളക്ക് കത്തിക്കാൻ തോന്നാത്തത്, വിളക്ക് കത്തിച്ച ശോഭയില്ലാത്തതിൻ്റെയും കാരണം എന്താണ്? നമുക്ക് വിളക്ക് കത്തിക്കാൻ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ എന്താ നമുക്ക് പറ്റുന്നത്? നമ്മുടെ കാര്യങ്ങൾ ഒരാളോട് തുറന്നു പറയുമ്പോൾ, ഒരാളോട് തുറന്നു പറഞ്ഞാൽ ദോഷമില്ലെന്ന് ഉറപ്പുള്ള ഒരാളോട് തുറന്നു പറയുമ്പോൾ നമ്മുടെ പ്രശ്നം നമുക്ക് മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടും, അല്ലേ? അപ്പോൾ ആ ഒരു പ്രശ്നം മറ്റൊരാൾ അതിൻ്റെ ഒരു ചെറിയ സൊല്യൂഷന് അല്ലെങ്കിൽ ഇന്നിടത്ത് പരിഹാരം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവുമെന്ന് ആൾ പറഞ്ഞു തരും. എന്നതുപോലെ തന്നെ നമുക്ക് ഭഗവാനോട് നേരിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ക്ഷേത്രങ്ങളിൽ പോയാൽ പറയാൻ പറ്റും. ക്ഷേത്രങ്ങളിൽ പോവാത്ത എല്ലാവർക്കും ഇപ്പോൾ ഒന്നും ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റിക്കണമെന്നില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ? ക്ഷേത്രങ്ങളുടെ അതേ മാതൃകയിലാണ് നമുക്ക് നിലവിളക്ക് നോക്കിയാട്ടെ. ആ നിലവിളക്കിൻ്റെ മോൾ വശം നമുക്ക് കൂമ്പാരം പോലെ ഇരിക്കുന്നത്, അത് താഴേക്കുടത്തിന് സൂചനയായിട്ടല്ലേ? ആ അമ്പലത്തിൻ്റെ ആ ഇതൊന്നും നോക്കിയാട്ടെ, ചുവരായാലും നോക്കിയാട്ടെ, അമ്പലത്തിൻ്റെ ആ മേൽക്കൂരയായാലും നോക്കിയാട്ടെ, വിളക്കിൻ്റെ ഓരോ ഭാഗങ്ങൾ നമ്മളെടുത്താണ് ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃകയായാലും വിളക്ക് വരുന്നത്. പഴയ ആൾക്കാർ കണ്ടുപിടിച്ച ഓരോ തത്വങ്ങളൊക്കെയാണ് അത് ഞാൻ പറയുന്നതെന്ന് മാത്രം. അപ്പം നമ്മൾ ആ രീതിയിൽ ഒരു വിളക്കിനെ കണക്കാക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിനുണ്ടാകുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമതകൾ, വേണ്ടുന്ന കാര്യങ്ങൾ, അത് നല്ലതായിക്കോട്ടെ, ഭാഗ്യമായിക്കോട്ടെ, സന്താന വിഷയമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഉണ്ടാവേണ്ടുന്ന കാര്യങ്ങൾ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളെന്ന് പറയും. 2 കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുക, 2 കുഞ്ഞുങ്ങൾ ഉറങ്ങിയാൽ എന്ത് ചെയ്യും? അമ്മ വിചാരിക്കും വെറുതെ കുഞ്ഞുങ്ങൾ ഉറങ്ങുമില്ലയോ, കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട, ഉറങ്ങിക്കോട്ടെന്ന് വിചാരിക്കും. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഏതെങ്കിലും അമ്മ എടുത്ത് പാല് കൊടുക്കുകയല്ല. ഭഗവാനെ വിളിച്ചെങ്കിലേ ഭഗവാൻ വിളി കേൾക്കത്തുള്ളൂ. അപ്പം വിളക്ക് നമ്മൾ കത്തിക്കാൻ ഈ നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ നമ്മുടെ വീട്ടിലെ പരിസരത്ത് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് വിളക്ക് കത്തിക്കുക, ഈശ്വരനെ വിളിക്കാൻ തോന്നാത്തത്. ജ്യേഷ്ഠ ഇരിക്കുന്നിടത്ത് മഹാലക്ഷ്മി വരികയില്ല, മഹാലക്ഷ്മി ഉള്ളിടത്ത് ജ്യേഷ്ഠയും വരികയില്ല. ഇപ്പം ജ്യേഷ്ഠയുടെ ഒരു കൂമ്പാരമായിട്ട് നമ്മുടെ വീടും പരിസരവും ഒക്കെ മാറുമ്പോഴാണ് നമുക്ക് സന്ധ്യയ്ക്ക് മേല് കഴുകണമെന്നോ വിളക്ക് കത്തിക്കണമെന്നോ എല്ലായിടത്തും തിളയ്ക്കണമെന്നോ നമുക്കൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ നമുക്ക് ഒരു ഈശ്വരാധീനം ഉണ്ടെങ്കിലാണ് നമുക്കിതൊക്കെ എല്ലാം ചെയ്യാൻ തോന്നുന്നത്. ഇപ്പം ഇനി ശകലം ഈ ബാറ്ററിയുടെ പവർ കുറഞ്ഞാലും ക്ലോക്കൊക്കെ ഓടുമല്ലോ, മൊബൈലൊക്കെ ആയാലും വർക്ക് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുമ്പോഴേ നമുക്ക് വിളക്ക് കത്തിക്കാൻ മടി തോന്നുക. വിളക്ക് കത്തിച്ച് തിരി അങ്ങോട്ട് ശോഭയായിട്ട് കത്തത്തില്ല. ഈ വിളക്ക് എങ്ങനെ കത്തിച്ചാലും ഇത് തിരി കത്തിച്ച് വെക്കും. കാക്കയോ കിളിറാനോ വേറെ ഏതെങ്കിലും പക്ഷികൾ വന്നിട്ട് അല്ലെ അണ്ണാനോ ഒക്കെ വന്ന് കിളി എടുത്തുകൊണ്ട് പോകും. ഈ കിളിയോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഈ തിരി അങ്ങ് എടുത്തുകൊണ്ട് പോവാം. ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ ദുർസൂചനകളാണ്. ഇപ്പോൾ കാക്കയ്ക്ക് വിശന്നിട്ടായിരിക്കും ഇപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത്, പക്ഷേ അത് കാക്കയൊരു നിമിത്തമായില്ലയോ? ഭഗവാൻ കൃഷ്ണനാണെങ്കിൽ കാട്ടിലിരുന്ന സമയത്ത് കാലാട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് കാട്ടാളിന് പ്രാവാന്ന് വിചാരിച്ചിട്ട് അമ്പ ചെയ്തത്. ആ പ്രാവിൻ്റെ ദേഹത്ത് വന്ന് കൊണ്ടുവന്ന രീതിയിൽ അമ്പ ചെയ്തു. കൃഷ്ണൻ്റെ കാലയിൽ ഈ അമ്പ് കൊണ്ടു ഭഗവാൻ മരിക്കുക. അപ്പോൾ ഒരു നിമിത്തമായില്ലയോ അത്? എന്ന് പറയുന്നത് പോലെ ഈ ദുരിതം നമുക്ക് വരിക, പല ഒരു പ്രശ്നം നമുക്ക് വരിക, അപ്പം അതിൻ്റെ സൂചനയായിട്ടാണ് ഈ കിളിക്ക് എടുത്തുകൊണ്ട് പോകാൻ തോന്നുന്നത്. അപ്പം അതൊരു നിമിത്തമായി എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നിങ്ങളോട് ഈ കാര്യങ്ങൾ എനിക്ക് പറയാൻ വന്നു, അപ്പം എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ? പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഒരാൾ പറഞ്ഞു തരാൻ ഒരാളുണ്ടാവണം. ഗുരു, ആചാര്യൻ, അറിവ്, വെളിച്ചം പകരുക. നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റത്തില്ല. ചെയ്യുകയോ ചെയ്യാതിരിക്കാൻ അവരുടെ ഇഷ്ടമാണ്. ആരെ നിർബന്ധിക്കാനോ പിടിച്ചു കെട്ടാനോ അടിക്കാനൊന്നും നമ്മൾ ആളല്ല. അപ്പം ഇങ്ങനെയുള്ള ശോഭയില്ലാതെ കത്തുന്നൊക്കെയുള്ള അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കണം, നമുക്ക് എന്താണ് വരാനിരിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും ആപത്തുകൾ വരാനിരിക്കുന്നുണ്ടോ? അത് നമ്മൾ തന്നെ ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നല്ല ഉത്തമനായ ഒരു ആചാര്യനെ, ഇപ്പം എൻ്റെ അടുത്ത് വരണമെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആചാര്യന്മാരുടെ അടുത്ത് പോകാം. നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഗതി പിടിക്കണം, നിങ്ങൾ നന്നാവണമെന്ന് ചിന്തിക്കുന്ന ഒരു ആചാര്യൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങൾ, വിഷമതകൾ പറഞ്ഞ് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ, ചിലപ്പോൾ ഒരു ചെറിയ കുടുംബക്ഷേത്രത്തിൽ പോകാത്ത വിഷയമായിരിക്കും, ചിലപ്പോൾ ഇടത്തുനിന്നും വഴിപാട് കിടപ്പുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഭൂമിയിൽ എന്തെങ്കിലും വരുത്തുപോക്കോ അല്ലെ വേറെ എന്തെങ്കിലും ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ കാണുമായിരിക്കും. ചെറിയ വിഷയങ്ങൾ കാണത്തുള്ളൂ. അത് കിടന്നു കഴിഞ്ഞാൽ എന്തുവാ ചെയ്യുന്നത്? ഇത് പെരുകുകയാണ് ചെയ്യുന്നത്, എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കുളത്തിലാണെങ്കിൽ ഒരു അട്ട എടുത്തിട്ട് നോക്ക്, ആ 10 വർഷം കഴിയുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ ആ അട്ടയുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്, ഇല്ലേ? ചോര ഓടിക്കുന്ന അട്ട അവസാനം കുളത്തിൽ ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥ വരും. അപ്പം ആ ഒരു വിഷയം വരുമ്പോഴേ അതിനെടുത്ത് മാറ്റിയാലോ? ചെറിയ വിഷയമായിരിക്കും. സൂചന എടുക്കാൻ പറ്റുന്നത് സൂചന എടുക്കുക, തുമ്പാൻ എടുക്കാവുന്ന അവസ്ഥ എത്താതിരിക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.